മുകുന്ദൻ്റെയും വിജയൻ്റെയും ടി പത്മനാഭൻ്റെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയും അത്തരത്തിൽ സേതുവിൻ്റെയൊക്കെ കഥകൾ വാർഷിക പതിപ്പിലും ഓണപ്പതിപ്പിലും വരുമ്പോൾ എത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കണമെന്ന് ആഗ്രഹിച്ച ഞാനടക്കമുള്ള ഒരു തലമുറയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ വർഷത്തെ വാർഷിക പതിപ്പിൽ ഒരു കഥകൾ പോലും ഇല്ലാത്ത വാർഷിക പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ ദുരവസ്ഥയിലേക്ക് എന്താണ് മലയാള സാഹിത്യം എത്തപ്പെട്ടത്? വാർഷിക പതിപ്പിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, അതൊരു സാഹിത്യ ശരിക്കും ഒരു വിരുന്നാണ്. ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് കഥകൾ, ഒരുപാട് കവിതകൾ, ഒരു വർഷത്തെ ഏറ്റവും നല്ല സൃഷ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അതൊന്നുണ്ട്. മറ്റൊന്ന്, വാർഷിക പതിപ്പ് ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് കൂടിയാണ്. ഇപ്പം വായനക്കാർക്ക് എന്ത് വേണം അത് കൊടുത്താലാണ് വിൽക്കപ്പെടുകയുള്ളൂ വാർഷിക പതിപ്പ്. അതുകൊണ്ട് പലരും നമ്മുടെ നാട്ടിലെ പല വാർഷിക പതിപ്പുകളും ചില സർവേയൊക്കെ നടത്താറുണ്ട് വായനക്കാരുടെ ഇടയിൽ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. അപ്പം ഞാൻ അറിഞ്ഞത് ഇപ്പം അടുത്ത കാലത്ത് നടത്തിയ സർവേയിൽ വായനക്കാർ കഥകൾ വേണ്ട എന്ന് പറഞ്ഞുള്ളതാണ്. അതായത് കഥകൾ ഇത്രയധികം വേണ്ട, അവർക്ക് വേണ്ടത് മറ്റു കാര്യങ്ങളാണ്. അതായത് ഇപ്പം എഴുത്തുകാരൻ്റെ ആത്മകഥ അംശങ്ങൾ നിറഞ്ഞ ലേഖനങ്ങൾ അല്ലെങ്കിൽ യാത്രകൾ, ഇതൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ട് കഥ വേണ്ടെന്ന് പറഞ്ഞുള്ളതാണ്. അതിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് നമ്മൾ എഴുത്തുകാരെ തന്നെയാണ്. സമ്പൽ സമൃദ്ധമായ കമ്പോളം ലോകബാങ്കിൻ്റെ ഒരു കൊട്ടേഷനാണത്. ആഗോളവൽക്കരണ കാലത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം അത് തന്നെയാണ്. ഈ അവസ്ഥയിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇതിനെ ഏത് തരത്തിൽ മറികടക്കാൻ പറ്റുമെന്നാണ് ശ്രീ മുകുന്ദൻ നോക്കിക്കാണുന്നത്? ഇവിടെ ആദ്യം തന്നെ എനിക്കൊരു ഷോക്ക് നൽകുന്നത്, ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് സമ്പൽ സമൃദ്ധമായ ഒരു ലോകം എന്നുള്ളത്. അത് ഞാൻ ആദ്യമായി കേട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖത്തു നിന്നാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലും അല്ലെങ്കിൽ ചെറിയ വായനശാലകളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒന്നാണ് സമ്പൽ സമൃദ്ധമായ ഒരു ലോകം. അതേ ഭാഷയാണ് ഇന്ന് ആഗോളവൽക്കരണം ഉപയോഗിക്കുന്നത്. അപ്പം കാലം മാറുന്നതിൻ്റെ ഒരു വലിയൊരു സൂചനയാണ്. അത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് മാനവികതയും സാമൂഹിക നീതിയും ഒക്കെ നിലനിർത്തുന്ന അതിനുവേണ്ടി ശബ്ദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിച്ച് അതേ പ്രയോഗം മറ്റവർ ഇന്ന് വേറൊരു വ്യത്യസ്തമായ പരിസരത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആഗോളവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കലഹിക്കുന്ന ഒരു വിഷയമാണത്. കാരണം ആഗോളവൽക്കരണത്തെ നമ്മൾ നേടുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടാണ്. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. കാരണം ആഗോളവൽക്കരണം പ്രത്യയശാസ്ത്രമല്ല അത് അതിനൊക്കെ അപ്പുറത്തുള്ള ഒന്നാണത്. ഒരു മാറുന്ന കാലത്തിൻ്റെ അതിനൊരു പദ്ധതിയാണ്. അതും സാമ്പത്തികം മാത്രമല്ല, അതിൽ സമ്പദ് വ്യവസ്ഥയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, അത് സംസ്കാരത്തെയും ഭാഷയെ പോലും ബാധിക്കുന്ന ഒന്നാണത്. അതേസമയത്ത് തന്നെ നമ്മൾ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രതിസന്ധി നമ്മൾ ആഗ്രഹിച്ചാൽ ഇല്ലെങ്കിലും ആഗോളവൽക്കരണം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് വന്നു കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് അതിനെ നമ്മൾ എങ്ങനെ പ്രായോഗിക തലത്തിൽ തന്നെ നേരിടണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ആഗോളവൽക്കരണത്തെ നേരിടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോഴും ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് 50, 60, 70 വർഷം മുമ്പുള്ള ഇടതുപക്ഷമാണ്. അതായത് നമ്മളെങ്ങനെ ഫ്യൂഡലിസത്തെയും ഈ മുതലാളിത്തത്തെ നേരിട്ടു, ആ ഇടതുപക്ഷമാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ലോകം വളരെയധികം മാറിയിരിക്കുകയാണ്, കാലം മാറിയിരിക്കുകയാണ്. പുതിയ ടെക്നോളജികളുണ്ടായി, മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. അപ്പോൾ ആ പഴയ ഇടതുപക്ഷം കൊണ്ട് ഈ പുതിയ ശത്രുവിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇടതുപക്ഷത്തിനെ